അപ്പൊ ഹലോ ഗൈസ്, ഞങ്ങളിപ്പം അടുത്ത ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ 4 പേരും പിന്നെയും ഒന്നിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്നിപ്പോ ഇറങ്ങിയത് പുഷ്പയുടെ ട്രെയിലറിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുഷ്പരാജ് കണ്ടു നോക്കിയിട്ട് അതിന്റെ റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ പറയാം. നമ്മുടെ നായകന്റെ വരവായി എത്രത്തോളം അങ്ങോട്ട് ട്രെയിലർ നമ്മളെ അല്ല, സ്വാഭാവികമായിട്ട് എനിക്കിത് കണ്ടിട്ട് തോന്നി എത്രത്തോളം ട്രെയിലർ നമ്മളെ പടം കാണാൻ കൂടുതൽ ആകാംക്ഷിച്ച് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് വലിയ ഒന്നും തോന്നിയില്ല. ചില താഴത്തിലിടാ ഡയലോഗ് പറഞ്ഞില്ലല്ലേ, തമിഴ്നാട് എന്തുവാ താഴത്തില്ലാതെ വേറൊരു ഭാഷയിലെങ്കിലും താഴില്ലടേ എന്നൊക്കെ എന്തോ അങ്ങനെ എന്തോ ഡയലോഗ് ഇല്ലയോ, എന്തുവാ പറയുന്നത്? തമിഴിലാകുമ്പം താഴെ എന്തായാലും ഉദ്ദേശിക്കൂലേ, ഹിന്ദി ആയി നമുക്ക് നെഹി നീച്ചെന്ന് പറയും. പക്ഷെ ഇംഗ്ലീഷ് പിന്നെ ഇല്ലല്ലേ, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ നോ ലോ. അപ്പൊ നമ്മൾ അതിലല്ലേ പറഞ്ഞത് കാര്യം. ട്രെയിലറിന്റെ ഡിസംബർ 5-ാം തീയതി ഡയറി നോക്കി. ഡിസംബർ 5-ാം തീയതി പ്രോഗ്രാം ഡയറി ഉണ്ടോ ഇനി നോക്കാൻ? പ്രോഗ്രാം എല്ലാം ഏറ്റിട്ടുണ്ടോ നമ്മളിതല്ലേ? നമ്മള് നേരത്തെ അറിഞ്ഞെന്ന എന്റെ ഒരു ഇത് എന്തോ ഒരു പ്രോഗ്രാം നമുക്ക് പ്രേക്ഷകർക്ക് റിവ്യൂ പറഞ്ഞു കൊടുക്കുള്ളൂ. നേരത്തെ അറിഞ്ഞല്ലേ ഡിസംബർ 5-ാം തീയതി ഇറങ്ങുന്നുണ്ട്, പുഷ്പ 2 ഇറങ്ങുന്നുണ്ടെന്നുള്ള മാക്സിമം ഫ്രാങ്ക് ഷോ ആവാൻ വേണ്ടി ശ്രമിക്കാം. കുറച്ച് റോക്കി ബായ് ആയിട്ട് കുറച്ച് എന്ത് ഏകദേശം മസാല പൊക്കി പറഞ്ഞുകൊണ്ട് നടത്തുന്ന പോലെ പകതിന് വലിയൊരു ഡയലോഗ് ഡെലിവറിനകത്ത് പടത്തിന് മാക്സിമം പകത്തിന് ഉപയോഗിക്കും. നല്ല മാസ് സീനുകൾ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ പാലം പൊട്ടുന്നൂറുള്ള സീനൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് കപ്പല്ലാന്നോ പറക്കുന്നതൊക്കെ? 2 പകതും പറക്കുന്നുണ്ട്, ബാക്കില് പകതിനെ പിടിക്കാൻ പകതും അല്ല 2 സൈഡിൽ നിന്ന് രണ്ടുപേരും ഇങ്ങനെ കൂട്ടിമുട്ടുവാന്നോ, അതോ ഒരാളെ പിടിക്കാൻ മറ്റൊരാള് പറക്കുവാന്നോ, എന്തായാലും രണ്ടുപേർക്കും പറക്കാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. ചന്ദനക്കടത്ത് വലിയ പൈസ, ഇപ്പൊ ഒത്തിരി പൈസയുണ്ട്. പുഷ്പ നടത്തുന്നത് രക്തചന്ദ്രൻ അങ്ങനെ എല്ലാവരും കൈ കാണത്തില്ല, പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളു. അങ്ങാടി കിട്ടും. അങ്ങാടി ഇത്ര ഒരു കഷ്ണത്തിനെങ്ങാണ്ട് 15 രൂപയൊക്കെ ഉണ്ടാവും. അല്ല, തടി എന്ന് പറഞ്ഞാൽ ഇത്ര ഇല്ലയോ, 15 ഒറ്റ കൂട്ടി പീസ് ഒത്തിരി പൈസ ആവുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ കിട്ടത്തിനകത്ത് അല്ലാത്ത വട്ടയൊക്കെ ഇപ്പൊ അവളെന്തോ പറയുന്നത്. ചന്ദ്രത്തടി മറ്റത് മുളകും അല്ല പറയുന്നത്, പുഷ്പ. കട ഇറങ്ങാൻ 1 മാസം പോലും ബാക്കിയില്ല. ഇന്ന് ഏകദേശം 17 ആയിട്ടുണ്ട്. ഡിസംബർ 5-ാം തീയതി പടം റിലീസ്. 1 മാസം തികച്ചില്ല അങ്ങനെ അനുമാനിക്കാം നമുക്ക്. ഈ ഒരു ഇപ്പോഴത്തെ കലണ്ടറിന്റെ ഇത് മാറ്റിയിരുന്നുണ്ടെങ്കിൽ അപ്പൊ കേസ് നമ്മള്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നി, ഒരുപാട് ശരിവായി. ഒരുപാട് ചെരുവായി. ഫസ്റ്റ് ഇൻട്രോയില് കാണിക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് പുഷ്പയില് കാണിച്ചതിനെക്കാട്ടും നല്ല രീതിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ അറിയത്തില്ല. അല്ല, അത് പടത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ ചരിവ് കൂടിപ്പോയി. സാധാരണ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നായകനായ മോഹൻലാലാണ്. അത് ജന്മനാ ഉള്ള ചരിവെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഇതാണ്, ആ ഒരു നടത്തം, സ്റ്റൈല് ശൈലിയാണ്. നമ്മളിപ്പോ നടത്തത്തിലോട്ട് പോയി. എവിടെയൊക്കെ പോയി
പുഷ്പയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. ട്രെയിലർ കൊള്ളാം, കണ്ടിരിക്കാം. മാസപടമാണ്. വിജയിക്കട്ടെ. മാസായിരിക്കും. ഇപ്പം വരുന്ന വിജയിക്കട്ടെ. മാസം കങ്കുവായാലും പ്രതീക്ഷിച്ചത് പോലെ ഒത്തില്ല. പക്ഷെ എനിക്ക് ഞാൻ എല്ലാ വിജയ ആശംസകളും നൽകുന്നു. ഈ പുഷ്പ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായിട്ട് എനിക്ക് തോന്നുന്നു പ്രാർത്ഥിക്കുമല്ല, എല്ലാ ആശംസിക്കുന്നു. എല്ലാ ലാംഗ്വേജിലും ഇറങ്ങുന്നുണ്ട് പടം. തീർച്ചയായിട്ടും ഹിന്ദി, മലയാളം, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷില്ല. ഇംഗ്ലീഷിനകത്ത് സബ്ടൈറ്റിൽ ഉണ്ട്. ഇംഗ്ലീഷില്ല, കട്ട് ചെയ്യും. ബാക്കി നമ്മൾ എടുത്താൽ ഗൈസ്, നമ്മള് പുഷ്പയുടെ ട്രെയിലർ ഞങ്ങൾ 4 പേരും കണ്ടു. നമുക്ക് കാണുന്ന നിങ്ങൾക്കായാലും വേറെ അഭിപ്രായമായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരിലേക്ക് ഒരു വീഡിയോ രൂപത്തിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും തക്കതല്ല. ഗുഡ് നൈറ്റ്. തയ്യത്തില്ല. ഇല്ലടാ.